നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. നിങ്ങളോട് എല്ലാവരോടും ഒരു സന്തോഷ വാർത്തയാണ് ഷെയർ ചെയ്യാനുള്ളത്. ഒരു സ്ഥലം പരിചയപ്പെടുത്തി തരാം. വാ. ഇതാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാനുള്ള സന്തോഷ വാർത്ത. ഡേവിഡ്സൺ ഫാർമസി. ലിമറിക്കിൽ ഒട്ടുമിക്ക ആളുകൾക്ക് അറിയാവുന്ന ആളായിരിക്കും ടോണി. നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തുന്നോ അനിയനെന്നോ ഒക്കെ പറയാവുന്ന ടോണിയുടെ ആദ്യത്തെ സംരംഭമാണ്. അത് മാത്രമല്ല, ലിമറിക്കിൽ ആദ്യമായിട്ടൊരു മലയാളി തുടങ്ങിയിരിക്കുന്ന ഒരു ഫാർമസി, ഡേവിഡ്സൺ ഫാർമസി. ലിമറിക്കിൽ ബാലിസൈമൺ റോട്ടിൽ തന്നെയാണ് കേട്ടോ ഈ ഫാർമസി ഉള്ളത്. നാളെ ജൂലൈ 1 രാവിലെ 10 മണിക്കാണ് ഇതിൻ്റെ ഗ്രാൻഡ് ഓപ്പണിങ്. സിറ്റിയുടെ അടുത്താണെങ്കിലും കൂടെ ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഇവിടെ എവിടെ നോക്കിയാലും ഫ്രീ പാർക്കിംഗ് ആണ്. അപ്പോൾ ഏത് സമയത്ത് വന്നാലും നമുക്ക് വിശാലമായ പാർക്കിംഗ് സൗകര്യം എല്ലാ വശത്തും ഉണ്ട്. അത് മാത്രമല്ല, ഇതൊരു ലേറ്റ് നൈറ്റ് ഫാർമസിയാണ്. രാത്രി 11 മണി വരെ ഏത് സമയത്ത് വന്നാലും നമുക്ക് മരുന്ന് മേടിക്കാൻ പറ്റും. അപ്പോൾ ഫാർമസിയുടെ വിശേഷങ്ങളും കുറച്ച് നല്ല നല്ല ഓഫറുകളെ കുറിച്ചും കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. നമുക്ക് ഫാർമസി കാണാം. അവസാനഘട്ട മിനുക്കുപണികളെല്ലാം തീർന്നു തുടങ്ങി. അത് ഈ സെക്ഷൻ മൊത്തം ഫസ്റ്റ് എയ്ഡുകളാണ് ഡിസ്പ്ലേയിൽ ഇരിക്കുന്നത്. അതായത് എനിക്ക് എപ്പോഴും ആവശ്യമുള്ള, ഞാൻ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഇത്. പ്രഗ്നന്റ് വുമണിന് ചുമ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ബൈലോ മരുന്നുകളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അതേ ഉള്ളൂ. ഓൺലി ഓപ്ഷൻ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ പോലെ. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ, അതുപോലെ തന്നെ കഫിനൊരു സൂതറാണ്. ഒത്തിരി പേർക്കൊക്കെ അറിയാമായിരിക്കും ടോണീനെ. ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ പരിചയപ്പെടുത്താം. ഇതാണ് ടോണി, നമ്മുടെ പ്രിയപ്പെട്ട അനിയൻ, കൂട്ടുകാരൻ, എന്ത് വേണേലും പറയാം. ലിമറിക്കിലെ ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്ന എല്ലാവർക്കും അറിയായിരിക്കും, കുറെ പേർക്കൊക്കെ അറിയേണ്ട ആളായിരിക്കും ടോണി. അപ്പൊ ടോണി, ഫാർമസിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇതൊരു ന്യൂ ബിഗിനിങ് ആണ്. ഞാൻ ഒരു ലാസ്റ്റ് 4 months ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതില്. ഇപ്പോൾ നാളെ ജൂലൈ 1 സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഐ എം ക്വൈറ്റ് ഹാപ്പി. അറ്റ് ലാസ്റ്റ് ഇത് ഷേപ്പ് ഔട്ട് ആയി വരുന്നത് കണ്ടപ്പോൾ തന്നെ ഐ എം പ്രൗഡ് ആൻഡ് ഐ എം ബ്ലെസ്ഡ്. അതെ, എനിക്കറിയാം ടോണി എത്രമാത്രം ഇതിന് ഡെഡിക്കേറ്റഡ് ആയിരുന്നു. ലാസ്റ്റ് 4 months ഇതിന് വേണ്ടിയിട്ട് എത്ര എഫേർട്ട് എടുത്തു എന്നുള്ളതും. ഇത് ലേറ്റ് നൈറ്റ് ഫാർമസിയാണ്. മോർണിംഗ് 10 to 11 ഉണ്ടാവും. പിന്നെ ഈ ഫാർമസിയുടെ വൺ ഓഫ് ദി മോസ്റ്റ് പെക്യുലർ തിങ്സ് ഇസ് സൺഡേ 9 o'clock തുറക്കുന്ന ലിമറിക്കിലെ ഒരു ഫാർമസിയാണ്. ഏറ്റവും ഏർലിയസ്റ്റ് തുറക്കുന്ന ഫാർമസി ഇത് മാത്രമാണ്. 9 to 10 ആണ് സൺഡേ ഉള്ളത്. സാറ്റർഡേ ഫാർമസി ക്ലോസ്ഡ് ആണ് ഫോർ ദ ടൈം ബീങ്, ഒരു നെക്സ്റ്റ് 6 monthsലേക്ക്. അത് കഴിഞ്ഞിട്ട് ബിസിനസ് റണ്ണിങ് ആവുന്നതിനനുസരിച്ച് സാറ്റർഡേയും കൂടെ ലേറ്റ് നൈറ്റ് ആക്കാമെന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ ഈ ഫാർമസിയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇതേ ബിൽഡിങ്ങിൽ തന്നെയാണ് ഒരു പുതിയൊരു മെഡിക്കൽ സെന്റർ ഓപ്പൺ ആയിരിക്കുന്നത്. അതിനകത്ത് GP ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം പുതിയൊരു GPനെ ഇവിടെ കിട്ടാൻ എത്രമാത്രം ബുദ്ധിമുട്ടാണെന്ന്. അപ്പോൾ പുതുതായിട്ട് GPനെ അന്വേഷിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാവുന്ന രീതിയിൽ ഒരു പുതിയ GP ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേ ബിൽഡിങ്ങിൽ തന്നെയാണ് ഫാർമസിയും തുറന്നിരിക്കുന്നത്. പിന്നെ ഫാർമസിയെ കുറിച്ച് കുറച്ച് ഓഫേഴ്സും പുതിയ സ്കീമുകളും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അതെന്താണ് നമുക്ക് ടോണിയോട് തന്നെ ചോദിക്കാം. ടോണി, എന്തൊക്കെയാണ് പുതിയ സർവീസും സ്കീമുകളും ഓഫേഴ്സും ഒക്കെ? ഞാൻ ഹെൽത്ത് കെയർ സ്റ്റാഫിന് അവരുടെ പ്രിസ്ക്രിപ്ഷന് ഈ ഫാർമസിയിൽ 10% ഡിസ്കൗണ്ട് ഉണ്ടാവും. അത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഹെൽത്ത് കെയർ സ്റ്റാഫ് അവരുടെ ID കൊണ്ടുവരിക. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് അറിയാവുന്ന ആൾക്കാർ, ഒരു കുറെ ആൾക്കാരെ നമുക്ക് അറിയാവുന്നവരുണ്ട്. ഇഫ് എനിവൺ ന്യൂ ആണെങ്കിൽ ഒരു ID കൊണ്ടുവരിക. പിന്നെ ഇവിടുന്ന് ഞാൻ ഇവിടെ ഇപ്പം ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പം ഒരു ഐറ്റം ഇപ്പം ഈ ഫാർമസിയില്ല. ഫോർ എക്സാമ്പിൾ ഒരു പ്രിസ്ക്രിപ്ഷൻ വരുമ്പോഴത്തേക്കും ലെറ്റ്സ് ഒരു 4 items ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു 3 items ഉള്ളൂ. ഇപ്പം 1 item മിസ്സിംഗ് ആണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ അഡ്രസ് എവിടെയാണോ ലിമറിക്കിന്റെ ഈ ഫാർമസിയിൽ നിന്ന് ഒരു 5 kilometer റേഡിയസിൽ എവിടെയാണെങ്കിലും നമ്മളത് ഡെലിവറി ചെയ്യുന്നതായിരിക്കും. അതിന് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്, ഫ്രീ ഓഫ് ചാർജ് ആണ്. പിന്നെ മന്ത്ലി റിപ്പീറ്റ്സ്, ഇപ്പം റെഗുലറായ മെഡിക്കേഷൻ, ഇപ്പം ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ ഡയബറ്റീസ് അതുപോലുള്ള റെഗുലറായ മെഡിക്കേഷൻസ് എടുക്കുന്നവർക്ക് മന്ത്ലി റിപ്പീറ്റ്സ് അവരെ ഒന്നുകിൽ വിളിച്ച് ജസ്റ്റ് അവർക്ക് വേണ്ട ടൈമിൽ റെഡിയാക്കാൻ പറയുക. അല്ലാത്ത പക്ഷം ഒരു സ്കെഡ്യൂളർ എന്ന് പറഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ആപ്പിൽ തന്നെ ഉണ്ട്. ഒരു അറൌണ്ട് 2 days or 3 days പ്രയർ ആകുമ്പോഴത്തേക്കും അത് ഓട്ടോമാറ്റിക്കലി എനിക്കൊരു നോട്ടിഫിക്കേഷൻ തരും റെഡിയാക്കി വെക്കാൻ. അപ്പം അവർ വരുമ്പോൾ തന്നെ മെഡിക്കേഷൻ റെഡി ആയിരിക്കും. ആൻഡ് വൺ അതർ തിങ് ഇസ് ഐ ക്യാൻ അഷ്യൂർ യു ദാറ്റ് ഈ ഫാർമസിയിൽ വെയിറ്റിംഗ് പീരീഡ്, ലൈക്ക് യൂഷ്വലി ഞാൻ ലിമറിക്കിൽ പല ഫാർമസികളായി വർക്ക് ചെയ്ത ഒരാളാണ്. യൂഷ്വൽ ഫാർമസീസിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ഫോർ 1 item വെയിറ്റിംഗ് പീരീഡ് അറൌണ്ട് ഒരു 30 minutes അവർ പറയാറുണ്ട്, 40 minutes പറയാറുണ്ട്. ഞാൻ ഫ്രഷ്ലി സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല, ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് വൺ തിങ് വിച്ച് ഐ ട്രൈ ടു മേക്ക് ഷുവർ ഇസ് ദാറ്റ്
ഒരു 15 മിനിറ്റ്സിൽ ഇപ്പം നിങ്ങൾക്ക് ഒരു 1 ഐറ്റമോ 2 ഐറ്റമോ ആണെങ്കിൽ ഡിപ്പെൻഡിങ് ഓൺ ദ നമ്പർ ഓഫ് പ്രിസ്ക്രിപ്ഷൻ മാക്സിമം 15 മിനിറ്റ്സിൽ കൂടുതൽ ഇവിടെ വെയിറ്റിംഗ് ടൈം ഇനീഷ്യലി എന്തായാലും ഉണ്ടാവില്ല. ഇനി ഇൻ ദ ഫ്യൂച്ചർ ഉണ്ടായാലും വിൽ ഹാവ് എക്സ്ട്രാ പീപ്പിൾ ഓൺ ബോർഡ് അത് ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഒരു വെയിറ്റിംഗ് ടൈം വുഡ് ബി ലെസ്. സെക്കൻഡ് തിങ് ഇസ് ഇവിടെ പാർക്കിംഗ് ഫ്രീ ആണ്. എവിടെ വേണമെങ്കിലും ഇവിടെ പാർക്കിംഗ്, റോഡ് സൈഡ് പാർക്കിംഗ് 24 hours ഫ്രീ ആണ്. സിറ്റിയിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. ഇത് ഓഫ് സിറ്റി ആണ്. ബാലിസെമൻ റോഡിൽ നിന്ന് കയറി വരുന്നിടത്ത് തന്നെ ചിൽഡേഴ്സ് റോഡിൽ നിന്ന് കയറി വരുന്ന ഫസ്റ്റ് റൗണ്ട് അബൌട്ടിൽ നിന്ന് ഫസ്റ്റ് ലെഫ്റ്റ് ഫ്രം ദ ട്രാഫിക് ലൈറ്റ്. പിന്നെ ഇവിടെ ഹെൽത്ത് സ്ക്രീനിങ്, ഇപ്പോൾ ബ്ലഡ് പ്രഷറോ അല്ലെങ്കിൽ ബ്ലഡ് ഷുഗറോ അതുപോലെ എന്തെങ്കിലും ചെക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള അപ്പോയിന്റ്മെന്റ്സ് റെഡിയാക്കാൻ പറ്റും. അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അത് ഫാർമസിയുടെ ഒരു സർവീസ് ആയിട്ട് ഞാൻ ഓഫർ ചെയ്യുന്നതാണ്. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് കോൺടാക്ട് മീ ഡയറക്ട്ലി. അപ്പൊ എന്താണ് ഒരിക്കൽ ഡ്രഗ് പേയ്മെന്റ് സ്കീമിനെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നു? ഓക്കെ, അപ്പൊ അത് ഫാമിലി ഉള്ളവർക്കും ഈ കുഞ്ഞു കുട്ടികളുള്ളവർക്കും എങ്ങനെയായിരിക്കും അത് യൂസ്ഫുൾ ആവുന്നത്? ഓക്കെ, ഡ്രഗ് പേയ്മെന്റ് സ്കീം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പകുതി പറഞ്ഞ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മന്ത്ലി പേയബിൾ സ്കീമായിട്ടാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് യൂസ് ചെയ്താലും ഇല്ലെങ്കിലും അതിന് പേ ചെയ്യണം എന്നാണ് പകുതി പേരുടെ അണ്ടർസ്റ്റാൻഡിംഗ്. ബേസിക്കലി ഡ്രഗ് പേയ്മെന്റ് സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെന്റ് ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, എസ്പെഷ്യലി നമ്മൾക്ക് ഇവിടുത്തെ മെഡിക്കൽ കാർഡോ അങ്ങനെയുള്ള ഒരു കാര്യമോ കിട്ടില്ല. സോ അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു ഫാമിലിക്ക്, ലെറ്റ്സ് സേ ഒരു ഫാമിലി ഒരു പെർട്ടിക്കുലർ ഫാർമസി, ഇപ്പൊ ലെറ്റ്സ് സേ യു ആർ കമ്മിങ് ഹിയർ, ഈ ഫാർമസിയിൽ തന്നെ ഒരു മന്തിൽ നമ്മൾ മേടിച്ചാൽ മാത്രം, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു 3 ഐറ്റം മേടിച്ചു, ആ 3 ഐറ്റത്തിൽ 30 euros ഉള്ളൂ. ആ സ്കീമിന് നിങ്ങൾ ആരും ലൈക്ക് ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ കസ്റ്റമറിന് പേ ചെയ്യേണ്ടി വരുന്നില്ല. ബട്ട് ആ സ്കീം നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് എക്സ്ട്രാ പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല. നമ്മുടെ PPS നമ്പർ മാത്രമുള്ള ആർക്കും ഈ സ്കീമിലേക്ക് ആക്ടിവേറ്റഡ് ആവും. ഒരു കമ്പൈൻഡ് ഫാമിലി, ഒരു പേരൻസും ഇപ്പൊ രണ്ട് പിള്ളേരുള്ള ഒരു ഫാമിലി ആണെങ്കിൽ പോലും ആ ഫാമിലിക്ക് കമ്പൈൻഡ് ആയിട്ട് ആ മന്തിൽ 80 euros ആവത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് സേ ഇപ്പോൾ ഒരു ന്യൂ ബോൺ ബേബി ഉള്ള ഒരാൾ ഒരു മിൽക്ക് പ്രോഡക്റ്റിന് ലെറ്റ്സ് സേ ഒരു ആപ്റ്റിമൽ എന്ന് പറയുന്ന ഒരു ബോട്ടിലിന് അറൌണ്ട് 13 euros ആണ്. നിങ്ങൾക്ക് 12 bottles പെർ മന്ത് മേടിക്കാൻ പറ്റും ഈ ഡ്രഗ് പേയ്മെന്റ് സ്കീം ഉണ്ടെങ്കിൽ. നേരെ മറിച്ച് അത് നിങ്ങൾ പ്രൈവറ്റ്ലി മേടിക്കുകയാണെങ്കിൽ ഒരു ബോട്ടിലിന് 16 euros ആണ്. അപ്പോൾ 5 ബോട്ടിലേ കിട്ടത്തുള്ളൂ. ആൻഡ് 5 ബോട്ടിൽ യൂഷ്വലി ഒരു കുട്ടിക്ക് അത് തികയാറില്ല ഒരു മാസം. അപ്പൊ പകുതി പേരും ചെയ്യുന്നത് 1-2 ബോട്ടിൽ മേടിച്ചിട്ട് അത് വെച്ച് മാനേജ് ചെയ്യാൻ നോക്കും. ബട്ട് പകുതി പേർക്ക് ഈ സ്കീമിന്റെ ക്ലിയർ അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലാത്തത് കൊണ്ടാണ്. കാരണം 80 ആണ് ക്യാപ്. 80യുടെ മുകളിൽ 1 രൂപ പോലും നിങ്ങൾ കൊടുക്കേണ്ടി വരുന്നില്ല. ഇനി നിങ്ങൾ ആ മാസം മേടിക്കുന്നില്ല, ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ നിങ്ങൾ ആ ഒരു സർവീസും എടുക്കുന്നില്ലെങ്കിൽ ആ സ്കീമിനായിട്ടൊരു ഫീ ഇല്ല. ഇറ്റ്സ് നോട്ട് ആൻ ഇൻഷുറൻസ് പോളിസി. ആ നമ്മൾ മേടിക്കുന്ന എന്തിനാണോ അത് 80 കടന്നാൽ 80യുടെ മുകളിലോട്ട് ഫീ ഇല്ല. അപ് ടു 80 പേ ചെയ്യണം. അത് 140 ആയിരുന്ന ഒരു ടൈമിൽ അത് 80ലേക്ക് കുറച്ചതാണ്. സോ അതൊരു വളരെ യൂസ്ഫുൾ സ്കീമാണ്. പകുതി പേർക്കും അതിന്റെ ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലാത്തത് കൊണ്ടാണ്. ഇഫ് എനിവൺ വാണ്ട്സ് മീ ടു എക്സ്പ്ലെയിൻ ദാറ്റ്, ഞാൻ അവര് വരികയാണെങ്കിലോ അല്ലെങ്കിൽ എന്നെ വിളിക്കുകയാണെങ്കിലോ ഞാൻ ക്ലിയർ ആയിട്ട് പറയും. അതുപോലെ തന്നെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു സർവീസാണ് വെയിറ്റ് ലോസ് പ്രോഗ്രാം. വെയിറ്റ് കുറയ്ക്കണം, ഒബീസിറ്റി ഉണ്ടെന്ന് കൺസേൺ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഇവിടെ വരുമ്പോൾ അതിന്റെ കൺസൾട്ടേഷൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ ഫാർമസീനെ കുറിച്ചും ഫാർമസിയുടെ ലൊക്കേഷൻ, GPയുടെ ഡീറ്റെയിൽസ്, ഫാർമസിയുടെ ഒഫീഷ്യൽ പേജസ് എല്ലാം ഇതിന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ കൊടുക്കാം. പേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എസ് എ മലയാളി എന്നുള്ള രീതിയിൽ നമ്മുടെ പ്രിയപ്പെട്ട ടോണിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ജൂലൈ 1 രാവിലെ 10 മണിക്കാണ് ഇതിന്റെ ഗ്രാൻഡ് ഓപ്പണിംഗ്. എല്ലാവരും ഒരിക്കൽ കൂടി ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. ടോണി, താങ്ക് യു വൺസ് അഗൈൻ. നാളെ ജൂലൈ 1 തീയതി 10 മണിക്ക് ഞാൻ ഫാർമസി തുറക്കുകയാണ്. I invite you all and പ്രാർത്ഥനയിൽ ഓർക്കുക. And I also expect your blessings. എല്ലാവരും എത്തണം കേട്ടോ നാളെ രാവിലെ 10 മണിക്ക്. See you then. See ya.